വയനാട് ദുരന്തം സംഭവിച്ച സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ കണ്ട എന്താ സേവാഭാരതിയും ഡിവൈഎഫ്ഐയും വൈറ്റ് ഗാർഡും എല്ലാവരും എന്താ പറയാ ഒരുപോലെ ഒത്തൊരുമയിൽ ആ ഒരു ദുരന്ത മുഖത്ത് ഇറങ്ങുന്നു, എല്ലാവരെയും സഹായിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. എന്തൊരു സ്നേഹമിഷ്ട, ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ മാറ്റി വെച്ചിട്ട് പാവപ്പെട്ടവൻ പണക്കാർ ഒന്നുമില്ലാതെ എല്ലാവരെയും ഇറങ്ങി സഹായിക്കുകയാണ്. ഇനി നമ്മൾ കേരളത്തിൽ കാണാൻ പോകണം എന്തറിയോ, വയനാടിൻ്റെ പേരിൽ പാർട്ടിക്കാർ തമ്മിലുള്ള അടി സംഗതികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു കണ്ട വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യട്ടോ. നമസ്കാരം. ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു. വയനാട്ടിലേക്ക് 25 വീട് വെച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിന് ലൈസൻസ് ഉണ്ട്, ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എവിടെ കൂടെ പോകുന്നൊരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു. അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്. എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് അത് അദ്ദേഹത്തിന് കിട്ടി. ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത്? ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്? നിങ്ങളെ തന്നെയല്ലേ CPM തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത്? അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്ന ആളാണ്. എന്റെ പേര് പോലും എനിക്കറിയില്ല. എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണത്തിന്, എന്റെ അടുത്ത് നിന്നു എന്നുള്ള ഒറ്റ കാരണത്തിന് നിങ്ങൾ ഇടിച്ച് തമ്പോറാക്കിയില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ആദ്യം ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൗൺസിലർ ഭയങ്കര കരച്ചില്, ഡിവൈഎഫ്ഐക്കാര് തട്ടുകട നടത്തുന്നത് ചോദ്യം ചെയ്തു, കൂടെ ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഡിക്ക് കൊടുക്കേണ്ട അടി ആ കൂടെ ഉള്ള ഒരാളെ അടിച്ച് അവർ പഞ്ഞിക്കിട്ട് ഹോസ്പിറ്റലിലാക്കി എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞ ആദ്യം ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഞാനിതെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ഓക്കെ ഇതിന് വേറൊരു സൈഡ് ഉണ്ട്, ഇതിന് അങ്ങനെയല്ല, അങ്ങനെ കാണൂലോ, ഇവർ BJPക്കാരിയാണ്, ഇവർ മനഃപൂർവ്വം അവിടെ വന്ന് കച്ചറ ഉണ്ടാക്കിയതാണ്, അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ്. പിന്നെ കുറേ ആൾക്കാർ ഡിവൈഎഫ്ഐൻ്റെ ആണല്ലോ പോസ്റ്റ് ഇട്ടത്, കുറേ കമ്മികൾ വന്നിട്ട് തന്നയ്ക്കും വിളിച്ച് ഞാൻ തിരിച്ച് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിളിച്ചാൽ നമ്മൾ വിടാൻ പാടും. അപ്പം എന്താണെങ്കിലും ഇതിന് വേറൊരു വീഡിയോ വീണ്ടും പാർട്ടിക്കാർ കുറച്ച് ആളുകൾ എനിക്ക് അയച്ചു തന്നു. ഇതിന് വേറൊരു സൈഡ് ഉണ്ട്, നിങ്ങൾ ഇതും കൂടി അറിയണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് BJP കൗൺസിലർ മുടക്കാൻ നോക്കുന്നത്. ഒരു കാരണവശാലും നടത്തിക്കില്ല പറയുന്നത്. അവരെ പിടിക്കാം. ഇതാണ് BJPയുടെ പ്രോഫിറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു വേർഷൻ. പാർട്ടിക്കാർ കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ചത്, അതായത് ഇവർ മനഃപൂർവ്വം അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, ലൈവ് ഇടുകയാണ്, വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർ BJPക്കാരിയാണ്, ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർ തട്ടുകൾ നടത്തിയത് പറ്റിയില്ല, അതിൻ്റെ പേരിൽ ഇവർ വന്നിട്ട് കച്ചറ ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ BJP കൗൺസിലർക്ക് ഭീഷണി, 2 പൊറോട്ടയും ബീഫും വായിൽ കുത്തി കയറ്റിയാൽ തീരാവുന്ന ചൊറിച്ചിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മറുനാടൻ മലയാളിയിൽ ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത്, ഇവരെന്താണ് ഡിവൈഎഫ്ഐനെ ചോദ്യം ചെയ്യുന്നത്. ആക്ച്വലി ഡിവൈഎഫ്ഐ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഫണ്ട് പിരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ബക്കറ്റ് പിരിവ് എന്നുള്ള രീതിയിൽ അങ്ങനെ വരും, ഇല്ലെങ്കിൽ ബിരിയാണി ചലഞ്ച്, ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ടത് മീൻ വിറ്റിട്ടുള്ള ചലഞ്ച് കണ്ടു, ആക്രി പെറുക്കി വിറ്റിട്ടുള്ള ചലഞ്ച്. അപ്പോൾ അവരങ്ങനെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫണ്ട് സ്വരൂപിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡിവൈഎഫ്ഐ വീട് വെക്കാനുള്ള പൈസ
വയനാട്ടിലേക്ക് ഒരു 25 വീട് വെക്കണം. സോ അവർ ആ രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫണ്ട് കളക്ഷനും കാര്യങ്ങളും നടത്തുന്നത്. ഇതിപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് കേൾക്കണം. മറ്റേ മറുനാട് മലയാളി ചാനലിൽ വന്നതാണ്, ഒന്ന് കേൾക്ക്. BJPയുടെ സംസ്ഥാന സമിതി അംഗവും കൊച്ചി നഗരസഭയുടെ എറണാകുളം സൗത്ത് ഡിവിഷനിലെ കൗൺസിലറുമായ പത്മജ എസ് മേനോൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ്. എന്താണ് ഈ വീഡിയോ ദൃശ്യത്തിന് പിന്നിലെ കാര്യമെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ഒരു പാർട്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് 5:45 മണിയായി. സൗത്ത് ജംഗ്ഷനിൽ ഇറങ്ങി ഓരോരുത്തരോടും ചോദിച്ച് ഇങ്ങനെ ഓപ്പണായിട്ട് ഗ്യാസ് കത്തിക്കരുത്, അത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് ഒരു വലിയ കട, ആരുടെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, ഫുട്പാത്ത് ഒരു 10 അടിയോളം വീതിയുണ്ട്, അത് മുഴുവൻ നിറഞ്ഞ് റോഡിലേക്കും ഒരു 2.5 അടിയോളം വെച്ചിട്ടൊരു വലിയ തട്ടുകട പോലെ. അപ്പോൾ നോക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ട് വയനാട്ടിലേക്ക് ഉള്ള തട്ടുകട സ്നേഹം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൃത്യമായി ഓർക്കുന്നില്ല, ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ DYFIക്കാരാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും ലൈസൻസിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. ദെൻ ഇറ്റ്സ് വെരി ഈസി. കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നതും CPM അല്ലേ, മേയറോട് ചോദിച്ചാൽ ഒരു ലൈസൻസ് കിട്ടില്ലേ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് കിട്ടിയ ലൈസൻസ് കിട്ടില്ലേ, ഇവിടെ എന്തുമാത്രം വേസ്റ്റാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടിട്ടതാണ് ഞങ്ങൾ ഇതാക്കാൻ. ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കുന്ന ആരും അത് പറയില്ല, ഇവിടെ മുഴുവനും വിശ്വസിക്കില്ല, ഇവിടെ മുഴുവൻ നടന്ന് വേസ്റ്റ് കൈകൊണ്ട് പറക്കി കളയുന്ന ഒരാളാണ്, അത്രയ്ക്ക് ചീപ്പാവേണ്ട ആവശ്യം എനിക്കില്ല. മാത്രമല്ല അവർ ഡൊമസ്റ്റിക് ഗ്യാസാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. റോഡിൻ്റെ ഇത്രയും വലിയ ഇതിൽ ഡൊമസ്റ്റിക് ഗ്യാസ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പറയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ലേ, ഒരു ഇടുങ്ങിയ അടുക്കളയല്ലേ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാതാൽ എന്താ. അപ്പോൾ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാണ്ട് ഇവരിത് ചെയ്യുകയാണ്. എവിടെ കൈ കഴുകും? ശരി, ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ച് അവർ ഈ ഡിസ്പോസബിൾ സാധനങ്ങൾ, അത് തന്നെ വലിയ മാലിന്യ പ്രശ്നം, ഇതെവിടെ കൊണ്ട് കളയും, അപ്പോൾ എവിടെ കൈ കഴുകും? ഒന്നിനും അത് കൈ റോഡിലേക്ക് അവിടേക്ക് ഇടുകയാണ്. അപ്പോൾ ഇവരവിടെ ചെന്നിട്ട് ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് അവരുടെ വാർഡിൽ ഇറങ്ങി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലേഡിയാണ്, അങ്ങനെ ഒരു കൗൺസിലറാണ് ഇവരങ്ങനെ സ്വയം അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ ആ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ പോലെ ഇതിൻ്റെ ലൈസൻസ് ഉണ്ടോ, ഇതിൻ്റെ ഗ്യാസ് ഏതാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ എവിടെ നടക്കും, ഇവർ പോയിട്ട് ബേസിക്കലി ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞുതരാം. ഇവർ BJP അവിടെ വെച്ചിട്ടുള്ള DYFIൻ്റെ പരിപാടി മൊത്തത്തിൽ ഇത് രാഷ്ട്രീയ പ്രശ്നം. ഓക്കെ, വേറെ ഒന്നുമല്ല സീന്, മൊത്തത്തിൽ രാഷ്ട്രീയ പ്രശ്നം. ലൈസൻസ് ഉണ്ടോ, ഗ്യാസ് ഏതാ, വേസ്റ്റ് ഡിസ്പോസൽ, വെള്ളം കൈ കഴുകിയിട്ട് റോട്ടിക്ക് ഒഴിച്ചു വിടുമോ, ഫുട്പാത്തിലല്ലേ നിങ്ങൾ എന്ത് കൊണ്ടുപോയി വെച്ചത്, ഇത് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട്. DYFIൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടുകട തുടങ്ങിയ ആളുകൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഈ പൈസ എടുത്തിട്ട് അവരങ്ങനെ ഒരു ആംഗിൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം പൊതുജനം ഇത് നോക്കുമ്പോൾ എന്താ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി പാർട്ടിയോ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താ, തമ്മിലടി, വയനാടിൻ്റെ പേര് പറഞ്ഞു തമ്മിലടി എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറടി, കൃത്യമായ രാഷ്ട്രീയം രണ്ട് സൈഡിലും ഉണ്ട്. അവർ പറയുന്നു ഞങ്ങൾ DYFIക്കാരാണ്, ഭരണകക്ഷിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണ്ട, ലൈസൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്താലും ഒരു വിഷയമുള്ള കേസല്ല. പറയും, പറയാതിരിക്കൊന്നുമില്ല. DYFIക്കാർ അങ്ങനെ തന്നെ പറയും, അങ്ങനെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ അവരത് ഇങ്ങനെ പറയും ചെയ്യും. ഇവരാണെങ്കിൽ എന്താ ചെയ്യുന്നത്, കൃത്യമായിട്ട് ഇവരവിടെ രാഷ്ട്രീയം ഇവർ നോക്കുന്നുണ്ട്. ഇപ്പം ഈ ഇൻ്റർവ്യൂവിലാണെങ്കിൽ വരെ അവർ രാഷ്ട്രീയം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. DYFIയുടെ കുറേ നേതാക്കന്മാർ വന്നു, അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ, ഈ സംഘിണി ഇത്രയും ബഹളം ഉണ്ടാക്കിയ സ്ഥിതിക്ക്, എല്ലാ വികസനത്തിനും എതിരായി നിൽക്കുന്ന സംഘികൾ ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഞങ്ങളിത് കേരളം മുഴുവൻ ചെയ്യും. നല്ല കാര്യം, സ്റ്റാർട്ട് വിത്ത് ദ മേയേഴ്സ് ഡിവിഷൻ. ലൈസൻസ് ഇല്ലാണ്ട് എന്നിട്ട് ഇങ്ങനെ മേയറുടെ CPM ആണല്ലോ ഭരിക്കുന്നത്, അവിടെ മുഴുവൻ ചെയ്യൂ, അതിനൊപ്പം എൻ്റെ ഡിവിഷനിൽ വന്നോളൂ, ബട്ട് വിത്ത് ലൈസൻസ്. വിത്തൗട്ട് ലൈസൻസ് ഇഫ് യു ഡു ഇറ്റ്, എൻ്റെ ഡിവിഷനിൽ ഞാൻ അനുവദിക്കില്ല, അത് എന്ത് ഇതിലേക്ക് പോകാനായിട്ടും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു 2 പൊറോട്ടയും 1 ബീഫും ഇവരുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി വെച്ചാൽ തീരാവുന്ന ചൊറിച്ചിലോ ചുരുക്കോ എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരു മനുഷ്യൻ കുറച്ച് നേരമായിട്ട് എന്തൊക്കെയോ സപ്പോർട്ട്, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ കണ്ടിട്ട്, അദ്ദേഹത്തിന് ഞാൻ കൗൺസിലറാണെന്ന് പറയില്ല, ഇവരെ കണ്ടിട്ട് ഒരു പിച്ചക്കാരിയാണെന്ന്, ഒരു ഭിക്ഷയാചിച്ച് വന്ന ആളാണെന്ന് തോന്നുന്നില്ല, നിങ്ങൾ എന്തിനാണ് അവർ ചോദിക്കാത്ത കാര്യമൊക്കെ പറയുന്നത് ചോദിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കും.
എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നിരിക്കണം, ജീവൻ്റെ ഒരു ശിഷ്ടം പോലും ബാക്കി വെക്കരുത്, അത് ചന്തി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മാത്രം പൊള്ളിച്ചുവിടരുത്, എനിക്ക് കിടക്കാനിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനും അദ്ദേഹം എന്തോ കയറി മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ നമ്മൾ നടക്കില്ല എന്ന് ആരോ നേതാവ് വന്ന് ആക്കി, പോലീസ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തിരിക്കും, ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങളത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു പോലീസിനോടും പറയുന്നുണ്ട്. അപ്പോൾ സന്ദീപ് വാചസ്പതി, അതായത് BJPയുടെ സംസ്ഥാന വക്താവ് എന്നെ ഫോണിൽ വിളിക്കുകയാണ്, ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്ന ആളെ അവർ അടിച്ച് തമ്പോറാക്കി റോട്ടിലിട്ടേക്കും, ചേച്ചി അതൊന്ന് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല, അദ്ദേഹം ആരാണെന്ന് പോലും എനിക്കറിയില്ല, ആലപ്പുഴ ജില്ലക്കാരൻ എന്താണ്, അങ്ങനെയാണ് സന്ദീപിനെ വിളിച്ചേക്കണേ. വയനാട്ടിലേക്കുള്ള പൈസ ഇവർക്ക് ഇപ്പോൾ ബക്കറ്റ് പിരിവിലൊന്നും കിട്ടുന്നില്ല, ഒരു ചെറിയ കൂടോടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ എണ്ണി തീർക്കാണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നാണ്, ഞാൻ ഇവിടുന്ന് പോവില്ല, എനിക്കറിയണം എത്ര രൂപ, ഈ വലിയ സെറ്റപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് തട്ടിക്കിഴിച്ചതല്ലേ ഇവരുടെ മാർജിൻ. ഇതിൽ പറയുന്ന 25 വീട് DYFI വച്ചു കൊടുക്കുന്നത്, പ്രളയത്തിന് എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കുള്ള 10,000 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ക് എവിടെ സഹോദര? ഞാൻ ചോദിച്ചു അവരവിടെ വച്ചിരിക്കുന്ന മാവ് നല്ലതാണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ, ഇവർ പറോട്ട അടിക്കുന്ന കൈകൾ വൃത്തിയുണ്ടോ നിങ്ങൾ നോക്കിയോ, അവരെവിടെ കൈ കഴുകി സാധനങ്ങൾ കഴുകുമെന്ന് നോക്കിയോ, അതൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ പിന്നെ നിങ്ങൾ എന്ത് ഹെൽത്ത് സ്ക്വാഡാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. പേടിയാണ്. ഈ മറ്റേ സഹോദരൻ്റെ ഇടികൊണ്ട സഹോദരൻ്റെ കാര്യം പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവർ, അതുകൊണ്ട് അവർക്ക് പേടിയാണ്. അവർ പിന്നെ എന്തിനാണ് അവിടെ പോയത്? ഇതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? BJP കൗൺസിലറിൻ്റെ വാർഡിൽ കൊണ്ടുവന്ന് DYFIക്കാർ പ്ലാറ്റ്ഫോം ലൈക്ക് ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്തിൽ തട്ടുകട തുടങ്ങി. അവർ വിടൂ, അവർ BJP കൗൺസിലറാണ്, അവരത് BJP ആണ്, ആ വാർഡിലെ കൗൺസിലർ അവരാണ്. അവരെ ഈ DYFIക്കാരെ തട്ടിയടക്കി അവർ കണ്ണടയ്ക്കുമോ? ഇല്ല. വയനാട്ടിലേക്കാണ് ഒരു ദിവസം വെച്ചിട്ട് പോട്ടെ എന്ന് പോലും അവർ വിചാരിക്കില്ല. അവർ കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് മറ്റേ നിയമവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സംഗതി കച്ചറ തുടങ്ങി. ഈ കൂട്ടത്തിൽ അടി കിട്ടി എന്ന് പറയുന്ന വ്യക്തി സന്ദീപ് വാചസ്പതിനെയാണ് ഫോൺ വിളിച്ചിട്ടുള്ളത്. ഏത് അപ്പം തന്നെ മനസ്സിലായല്ലോ, അയാൾ സന്ദീപ് വാചസ്പതിനെ ഫോൺ വിളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരു BJPക്കാരൻ തന്നെ ആവണം. മനസ്സിലായ? അപ്പം അയാൾ സന്ദീപ് വാചസ്പതിനെ വിളിച്ചു, സന്ദീപ് വാചസ്പതി ഈ മാഡത്തിനെ വിളിക്കുന്നു, അതിനുശേഷം സംസാരിക്കുന്നത് വഴിക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അവർ സംസാരിക്കുന്നില്ലേ? അവർ പറയുന്നത് എന്താ, ഇവർ ഈ മറ്റേ ബക്കറ്റ് ഉരുവിന് പോയവർക്കൊന്നും കിട്ടില്ല, ഇവർ തുടങ്ങുകയാണെങ്കിൽ മേയറെ വാർഡിൽ നിന്ന് തുടങ്ങട്ടെ. ഇതിൽ പക്ക രാഷ്ട്രീയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് എല്ലാവരും ഇത് അങ്ങനെയാണ് കേരളത്തിൽ. പ്രളയം ഉണ്ടാകുമ്പോഴും ദുരന്തം ഉണ്ടാകുമ്പോഴൊക്കെ കയ്യോ കെട്ടിപ്പിടുത്തോ ഉമ്മൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നല്ല മക്കൾ പാർട്ടിക്കാർ വേറെ ഇല്ല. കഴിഞ്ഞ ഒരു അടുത്ത ദിവസം മുതൽ തുടങ്ങും ഇതിൻ്റെ പേരിൽ അടി എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കച്ചറകൾ തുടങ്ങും. ഈ ലാസ്റ്റ് എന്താവും, വയനാടിൻ്റെ പേരിൽ ഇനി ഒരു പാർട്ടിക്കാരൻ വേറെ പാർട്ടി കുത്തിക്കൊന്നും കൂടി കേട്ടാൽ മതി. കേരളത്തിൽ വേറെ സീനൊന്നുമില്ല, അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ. പിന്നെ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പാർട്ടിക്കാർ ചോദ്യം ചെയ്യും. DYFIക്കാർ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മഞ്ചേരി, നമ്മളവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവർ ഭക്ഷണം കൊടുക്കുന്നതാണ്, ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതും നല്ല കാര്യമാണ്, നല്ല കാര്യമല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായി അതിൻ്റെ നിയമം അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കി പാർട്ടിക്കാർ ഒന്നും ചൊറിയാൻ നിൽക്കില്ല. ഇല്ലെങ്കിൽ ഇതേ ചൊറിച്ചിൽ വരുമ്പോൾ പിന്നെ രക്ഷാപ്രവർത്തനം ചെയ്യാല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതാണല്ലോ പാർട്ടിയുടെ രീതി. അപ്പം പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ എന്തായി, പോലീസ് കേസായി, പ്രശ്നമായി, മീഡിയ അറ്റൻഷനായി, വിഷയമായി, പേര് പോണതാണ്. ഇപ്പം നല്ലൊരു പ്രവർത്തിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അവസാനം പേരും പോയി കിട്ടും. അതായിരിക്കും വിഷയം സംഭവിക്കുക. ഇവിടെ കൃത്യമായ വേറൊന്നുമല്ല, DYFI ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് BJP കൗൺസിലറിന് പ്രശ്നമായി. BJP കൗൺസിലർ അവിടെ പോയി നോക്കിയ സമയത്ത് നിയമപരമായിട്ട് കുറേ സാധനങ്ങൾ മിസ്സിങ്. അവരതാണ് ചോദ്യം ചെയ്തു. കൂട്ടത്തിൽ നിന്നൊരു വ്യക്തി, അയാളും ചിലപ്പോൾ BJPക്കാരനായിരിക്കാം, അയാളും ഒപ്പം നിന്നിട്ട് എന്ത് ചെയ്ത് ഏറ്റുപിടിച്ചു. DYFIക്കാർ രക്ഷാപ്രവർത്തനം നടത്തി, അയാൾ ഹോസ്പിറ്റലിലായി, സംഗതി വിവാദമായി. വയനാടിൻ്റെ പേരിൽ തമ്മിലടി. 25 വീട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 5-6 ആളുടെ വീടും കിടപ്പാടവും ഇല്ലാതെ മറ്റേ ശവപ്പറമ്പ് പോയി കിടക്കാം ആ അവസ്ഥയിൽ, അല്ലെങ്കിൽ വല്ല മെഡിക്കൽ കോളേജിലും വീടിന്നൊക്കെ മാറി മെഡിക്കൽ കോളേജിൽ പോയി കിടക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഇല്ലാതായിക്കോളി. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. ദുരന്തം വരുമ്പോൾ ഒന്നിക്കും, ദുരന്തം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ രാഷ്ട്രീയവും മതം തമ്മിലുള്ള തമ്മിലടി.